സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 10-നകത്ത് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 10 7ാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി. അവിടെ അത്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിസർഗം വരുന്നുണ്ട്, അതന്നെയാണ് ആ താഴെ സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തത്രാങ്കിര എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാങ്കിര ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രി ദാസ. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാങ്കിര ക്രതുമുനി ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രി ദാസ. ശ്ലോകം ചൊല്ലാം. ഓം തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാങ്കിര ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അന്വയം ചെയ്ത് അർത്ഥം പറയാം. അധ തത്ര സർഗരസികസ്യ, പിന്നീട് അവിടെ ആ സൃഷ്ടിയിൽ രസിക്കുന്ന, തസ്യ അംഗാത്, ഇവിടെ ആരാണ് സൃഷ്ടി നടത്തുന്നത്? ബ്രഹ്മാവാണ്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് മരീചി അത്രി അങ്കിര, മരീചി അത്രി അങ്കിരസ് ക്രതുമുനി പുലഹ പുലസ്ത്യ ഭൃഗു ച അജായത, പുലഹൻ പുലസ്ത്യൻ ഭൃഗു എന്നിവരും ഒക്കെ ഉണ്ടായി. വസിഷ്ഠ ദക്ഷൗച, വസിഷ്ഠനും ദക്ഷനും ഉദ്ഭവിച്ചു. ഹേ ഭഗവൻ ഭവദംഘ്രിദാസ, ശ്രീനാരദ ച അജായത, അല്ലേ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ പാദദാസനായ ശ്രീ നാരദ മഹർഷിയും ആ ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായി. അപ്പോൾ സൃഷ്ടിയുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ശ്ലോകങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് സൃഷ്ടിക്കുന്നത് പറഞ്ഞു വരികയാണ്. അപ്പൊ ആ രുദ്രനെ സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നീട് രുദ്രന്റെ സൃഷ്ടിയിലെ ഭയം പൂണ്ട, കാരണം ആ കോപം കൊണ്ട് ഉണ്ടാവുന്ന സൃഷ്ടികളാണ് പിന്നീട് നടന്നത്. അപ്പോൾ ബ്രഹ്മാവ് ആ സൃഷ്ടി നിർത്താൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് തന്നെ സൃഷ്ടിയിലേക്ക് തുടരുകയാണ്, ബ്രഹ്മാവിന്റെ സൃഷ്ടി തുടരുകയാണ്. അപ്പൊ ആരെയൊക്കെയാണ് സൃഷ്ടിച്ചതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നാണ് ആരാ? മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഒക്കെ ഉണ്ടായി. പിന്നീട് ആരാണ്? വസിഷ്ഠനും ദക്ഷനും ആ ബ്രഹ്മാവിൽ നിന്ന് തന്നെ ഉദ്ഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പാദദാസനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയും ആ ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചു. അപ്പോൾ ഇത്രയും പേര് ആ ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചതായിട്ടാണ് ആ ഒരു 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മാവ് തന്നെ വീണ്ടും സൃഷ്ടി തുടരുവാണല്ലോ. അപ്പൊ ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ നിന്നാണ് ഇത്രയും പേര് ഉദ്ഭവിച്ചത്. വസിഷ്ഠനും ദക്ഷനും നാരദനും പുലഹനും പുലസ്തനും അത്രയും അങ്കിരസും ഒക്കെ ഉദ്ഭവിച്ചു. അതാണ് ആ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാങ്കിര ക്രതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അപ്പോൾ അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരെയൊക്കെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള പറയുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ. ധർമാദികാനഭിസൃജന്നഥ കർദമം ച, ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജൈർ. അവിടെ ജയ എന്നിട്ട് ഹൈഫൺ ആയിരിക്കും ചില ബുക്കുകളിൽ, പിന്നെ രുദ്ബോധിത എന്നായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ
എന്താണ് ത്വദ്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജൈർ. പിന്നെ ഉദ്ബോധിതശ്ച എന്ന് പറഞ്ഞാൽ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജൈർ. പിന്നെ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ശ്ലോകം ചൊല്ലാം. ഓം ധർമാദികാനഭിസൃജന്നത കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. അന്വയം ചെയ്ത് അർത്ഥം പറയാം. അഥ ധർമാദികാൻ കർദമം ച, പിന്നീട് ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും അഭിസൃജൻ സൃഷ്ടിച്ചുകൊണ്ട് വാണീം വിധായ വിധി സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് അംഗജസങ്കുലാഭൂത് കാമപരവശനായിട്ട് തീർന്നു. ത്വദ്ബോധിതൈ, അങ്ങയുടെ പ്രേരണയാൽ, ആ ഭഗവാന്റെ പ്രേരണയാൽ സനക ദക്ഷമുഖൈ, ആ സനകൻ ദക്ഷൻ തുടങ്ങിയവർ തനുജൈ ഉദ്ബോധിത, ആ മക്കൾ ഓർമ്മപ്പെടുത്തിയതിനാല് തമ വിമുഞ്ചൻ, ആ അജ്ഞാനത്തെ കൈവടിഞ്ഞ് വിരരാമച, അകൃത്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പൊ സൃഷ്ടി ഓരോന്നോരോന്നായിട്ട് നടക്കുവാണ്. കഴിഞ്ഞ സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന നാരദൻ ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ധർമ്മദേവനെ സൃഷ്ടിക്കുകയാണ് ബ്രഹ്മാവ്. ആ ധർമ്മദേവനെ സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം സരസ്വതി ദേവിയെ, വാണീദേവിയെ ആ ബ്രഹ്മാവിൽ നിന്നും ഉദ്ഭവിച്ചു. സരസ്വതി ദേവി ഉദ്ഭവിച്ചു. സൃഷ്ടി നടക്കുകയാണ്. അപ്പൊ ഈ ബ്രഹ്മാവ് സരസ്വതി ദേവിയെ സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം, ആ രജോവികാരം കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രഹ്മാവിന് സരസ്വതി ദേവിയുടെ ആ രൂപലാവണ്യത്തിൽ അങ്ങനെ കണ്ടപ്പോൾ, ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് സരസ്വതി ദേവി, എന്നിട്ടും ആ രൂപലാവണ്യത്തിൽ അങ്ങനെ ബ്രഹ്മാവ് നോക്കുമ്പോൾ ആ ബ്രഹ്മാവിലെ തമോ ഗുണം വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ആ സരസ്വതി ദേവിയിൽ കാമം ഉണ്ടാവുകയാണ് ഈ ബ്രഹ്മദേവന്. അപ്പോൾ അത് ശരിയായ കാര്യമല്ലല്ലോ. അപ്പോൾ ആ ഭഗവത് പ്രേരണ കൊണ്ട് സനകനും അവിടെ ദക്ഷനും എന്ത് ചെയ്തു? ആ ബ്രഹ്മാവിൻ്റെ ആ കാമവികാരത്തെ, അത് തെറ്റാണ്, അത് ശരിയായ കാര്യമല്ല എന്നുള്ളത് ആ ബ്രഹ്മദേവനെ, ദക്ഷനും സനകനും ഒക്കെ ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്, ബ്രഹ്മാവിൻ്റെ മക്കളാണ് ഇതെല്ലാം. അപ്പോൾ അവർ രണ്ടുപേരും, ആ സനകനും ദക്ഷനും ആരുടെ പ്രേരണ കൊണ്ട്? ആ ഭഗവാന്റെ തന്നെ പ്രേരണ കൊണ്ട് ആ ബ്രഹ്മദേവനെ ബ്രഹ്മദേവന് സരസ്വതി ദേവിയിൽ തോന്നിയ ആ കാമത്തെ തടഞ്ഞു. അത് പാടില്ല എന്ന് ബ്രഹ്മദേവനെ ഉദ്ബോധിപ്പിച്ചു. അത് കാരണം ആ ബ്രഹ്മദേവൻ ആ ഒരു പ്രക്രിയയിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്യുന്നത്. സരസ്വതി ദേവിയെ പ്രാപിക്കുന്നതിൽ നിന്നും, ആ ഒരു ആഗ്രഹത്തിൽ നിന്നും ബ്രഹ്മദേവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. സനകനും ദക്ഷനും കൂടിയാണ് ആ ഉദ്യമത്തിൽ നിന്ന് ബ്രഹ്മദേവനെ പിന്തിരിപ്പിക്കുന്നത്. അത് ആരുടെ പ്രേരണ? ഭഗവത് പ്രേരണയാലെ ആണ് അവരുടെ ആ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ഞാൻ ഒരിക്കൽ ഒന്ന് ചൊല്ലാം. ധർമാദികാനഭിസൃജന്നത കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷ മുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ഇന്നത്തെ 2 ശ്ലോകങ്ങളും അത് രണ്ടിലും ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യാം അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസാം
ധർമാദികാനപി സൃജന്നധ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വീരരാമ തമോ വിമുഞ്ചൻ. അപ്പൊ ഇന്നത്തെ 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. അതാണ് ആ ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കുക. ശാന്തി മന്ത്രം ഏറ്റുചൊല്ലാം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഇന്നത്തെ 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.